അപ്പോഴേ 2 ദിവസമായിട്ട് പെരുമഴ കേട്ടോ. വീടിന് പുറത്തോട്ട് ഇറങ്ങാനേ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഇറങ്ങുന്നുമില്ല, എങ്ങോട്ടും പോകാൻ ഇറങ്ങുന്നില്ല. ഇപ്പം അത്യാവശ്യം ഒന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം ഇന്നായിരുന്നു പിള്ളേർക്ക് നമ്മുടെ കരയോഗത്തിൽ നിന്ന് പിന്നെന്താ പഠനോപകരണങ്ങൾ കിട്ടുന്ന ദിവസം കേട്ടോ. അപ്പം 2 പേരെയും കൊണ്ട് അത് വാങ്ങാനായിട്ട് പോകണമായിരുന്നു. അങ്ങനെ പോവാണ്. ദണ്ട ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ മൊത്തം വയലും ഒക്കെയാണ് കേട്ടോ. വേണ്ട വയലൊക്കെ മുങ്ങാറായി. ഒരു 2 ദിവസം കൂടെ മഴ ഇങ്ങനെ നിൽക്കുകയെങ്കിൽ ഇവിടെ നല്ല വെള്ളപ്പൊക്കമാവും. അങ്ങനെ ഇവിടെ നിന്നൊക്കെ ആൾക്കാരെ മാറ്റി പാർപ്പിക്കാറുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മഴയത്ത് അവിടെ ചെന്നത് കേട്ടോ. മഴയായാലും ഇക്കാര്യമൊക്കെ വരുമ്പോൾ എല്ലാവരും വരുമല്ലോ. അങ്ങനെ അത്യാവശ്യം എല്ലാവരും എത്തുന്നുണ്ടായിരുന്നു. അപ്പം ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അവരാരും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം 10ാം ക്ലാസ്സിലെയും +2ൻ്റെയും പിള്ളേരെയൊക്കെ അനുമോദിക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചായയും നെയ്യപ്പം ഉണ്ടായിരുന്നു കേട്ടോ. മഴയത്ത് ചായയും നെയ്യപ്പമൊക്കെ കഴിക്കാൻ എന്തായാലും ഒരു താല്പര്യം കാണുമല്ലോ. അങ്ങനെ സമ്മേളനം എല്ലാം കഴിഞ്ഞ് നമ്മുടെ ആഷ്മിയുടെ ബുക്ക് കിട്ടി. അത് കഴിഞ്ഞ് ലിച്ചുവിൻ്റെയും ബുക്ക് വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കായിരുന്നു പഠനോപകരണങ്ങൾ കൊടുത്തത്. അപ്പം KG സെക്ഷന് LP UP അങ്ങനെ ഓരോ രീതിയിലായിരുന്നു ഇത് വന്നിട്ടുള്ളത്. അപ്പം ആഷിക്ക് ഇച്ചിരി ചെറിയ ബുക്കായിരുന്നു, ലിച്ചുവിന് ഇച്ചിരി വലിയ ബുക്ക് ഹൈസ്കൂളായതുകൊണ്ട് അങ്ങനെയായിരുന്നു കിട്ടിയത്. അപ്പം ഓരോരുത്തർക്കും 12 ബുക്ക് വീതം, ഓരോ ബോക്സ് പെൻസില്, ഓരോ പാക്കറ്റ് പേന, ഇതുപോലെ മാത്തമാറ്റിക്കൽ ബോക്സ്, ഇതെല്ലാം നെയിം സ്ലിപ്പ്, ഇതെല്ലാമാണ് കിട്ടിയത്. എന്തായാലും ഇനിയിപ്പോൾ ഈ വർഷത്തേക്ക് ഇനി പ്രത്യേകിച്ച് ബുക്കുകളൊന്നും വാങ്ങണ്ട. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.